ഡോക്ടർ ഇവിടെ ഇവർ പറയുന്നുണ്ട് വലിയ വേദന എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ വലിയ ട്രോമയിലുമാണ്. അപ്പോൾ അവർ ആ വേദനാകാലം എങ്ങനെയാണ് അവർക്ക് അതിജീവിക്കാൻ കഴിയുക ഡോക്ടർ? ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം ഒരു 250ഓളം രോഗികൾ അന്ന് ദിവസം തന്നെ വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ രോഗി നമുക്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വരുന്നത് രാവിലെ 3:30 മണിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഞാനടക്കമുള്ള മെഡിക്കൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണ്. എപ്പോഴൊക്കെയാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഞങ്ങൾക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഉന്നത മാനേജ്മെൻറ്റുമായിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഡോക്ടർ ആസാദ് മൂപ്പനും ബഷീർ സാറിനും ആ ഒരു ഫ്രീഡം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, ഡിസിഷൻ മേക്കേഴ്സിനും അന്ന് തന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഈ ഇപ്പോൾ ഷാനവാസ് പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മകളുടെ ഉദാഹരണം, എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പം 35 വർഷത്തെ മെഡിക്കൽ അധ്യാപന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പോലും കണ്ടതിലൊക്കെ എത്രയോ മടങ്ങ് കാഷ്വാലിറ്റികളാണ്. ഏകദേശം ഒന്നിനു പുറകെ ഒന്നായി വരുന്ന അർത്ഥപ്രാണരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരെ എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യേണ്ടത്? പക്ഷേ വളരെ വളരെ എന്താ പറയുക, അത്ഭുതകരമെന്ന് പറയട്ടെ, എല്ലാവരും വളരെ ചിട്ടയോടുകൂടി രോഗികൾ വന്നു കഴിഞ്ഞാൽ ചെളി കഴുകുക, അതിനുശേഷം ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ വെച്ച് ഒരു അസസ്മെൻറ്റ് നടത്തുക, അതിനുശേഷം പ്രയോറിറ്റി നമ്പർ 2 കൊണ്ടുപോവുക. അവിടെ എല്ലാ കൺസൾട്ടൻസും, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. ഏകദേശം 4 സർജൻസ്, ഒരു പ്ലാസ്റ്റിക് സർജന്, ന്യൂറോ സർജന്, അങ്ങനെയുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും വന്ന് അവിടെ അത്യാഹിത വിഭാഗത്തിൽ തന്നെ അവർ പ്രയോറിറ്റൈസ് ചെയ്ത് 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ അപ്പം തന്നെ നമ്മൾ സജ്ജമാക്കി. അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്താ പറയുക, വളരെ ഒരു ചലിക്കുന്ന ചക്രം പോലെ നമ്മൾ പ്രവർത്തിച്ചു. അതാണ് ആ സമയത്ത് എനിക്കൊന്ന് ദുരന്തമുഖത്തുനിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ, അതിനു മുകളിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ. എനിക്ക് തോന്നുന്നു ഈ രോഗികളെ ചികിത്സിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടവരെ ചികിത്സിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു തലമുറ ഡോക്ടർമാരുണ്ട്. അവരെ എങ്ങനെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ എങ്ങനെയാണ് അതിന് സജ്ജമാക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ അവസാന വർഷ വിദ്യാർത്ഥികളെ ഒരു പ്രാവശ്യം ഒരാളെ വിളിച്ചതേ ഉള്ളൂ. ഒരു പറ്റമായിട്ട് ഏകദേശം 120ഓളം കുട്ടികൾ വന്നു. അവരെ നമ്മൾ പല സ്ഥലത്ത് വാർഡിൽ അവരെ ഡിപ്ലോയ് ചെയ്തു. കുറേ പേര് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു, കുറച്ച് പേര് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, കുറേ പേര് ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ സമയത്ത് ചെയ്തത്. പക്ഷേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാനാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഈ അപകടത്തിൽപ്പെട്ട ഒരു 90% ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ പറയുവാണെങ്കിൽ സ്റ്റേജ് ഓഫ് ഡിനയൽ എന്ന് പറയും. അതായത് ഉപബോധ മനസ്സിൽ ഇതൊന്നും അംഗീകരിക്കാൻ മേലാത്തൊരവസ്ഥ. എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കിതൊന്നും ആവിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ ദുരന്തത്തിനെ മറ്റൊരാളായിട്ട് കാണുന്ന ഒരവസ്ഥയുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കുറേശ്ശെ നമ്മൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇടപെടൽ, വളരെ സാർത്ഥകമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ആവശ്യം വരുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് സൈക്കാട്രിക് വിഭാഗമുണ്ട്, അവിടെ 4 കൺസൾട്ടൻറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ട്, അതുകൂടാതെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അതിനു പുറമെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതുകൂടാതെ ഇപ്പം നമുക്ക് ഏകദേശം 123ഓളം ഹൗസ് റെസിഡൻസ്, അതായത് ഇപ്പം MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ക്യാമ്പുകളിൽ വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ മാനസികമായിട്ടുള്ള ഒരു പുനരധിവാസം, ശാരീരികമായിട്ടും ഒരു വീട്ടിലെ ഒരാൾ മാത്രം ബാക്കിയാവുക, ബാക്കി എല്ലാവരും നഷ്ടമായി എന്ന് പറയുന്നത് ശൂന്യതയാണ്. ആ ഒരു യാഥാർത്ഥ്യം കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ താങ്ങായിട്ടും തണലായിട്ടും നമ്മുടെ സമൂഹം, മനുഷ്യ സമൂഹം മുഴുവനായിട്ട് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ എത്രത്തോളം സജ്ജമാകാമോ അത്രത്തോളം സജ്ജമാകുന്നുണ്ട്. വിദ്യാർത്ഥികളും, ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ഏകദേശം ഇപ്പം എന്നോട് പോലും ചോദിക്കാതെ തന്നെ അവർ സ്വയമായിട്ടൊരു 8 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാനിത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അത് കൊടുക്കുകയാണ്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണങ്ങൾ കളക്ട് ചെയ്യുക, തുണികൾ കളക്ട് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ഒരു പ്രതീക്ഷയുടെ വരും തലമുറ ഡോക്ടർമാരെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഒരു ഇതാണ് നമ്മളൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ആവണം എന്നുള്ളതുകൊണ്ട്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇനിയും ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, ഈ കൈകോർത്തില്ലാതെ ഉള്ള ഇതില്ലാതെ നമുക്കിങ്ങനെ ഒരു സിസ്റ്റത്തിന് ഇത്ര പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല.